ലോകാവസാനം വരുമ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ത്രാണിയുള്ളവരായിരിക്കും. അവർക്ക് സ്വയമായി വരുമാനവും ഉണ്ടാവും. എന്തേ അങ്ങനെ തന്നെയല്ലേ? പെണ്ണുങ്ങൾ ഭർത്താവിനെ അനുസരിക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താ? ഓർക്ക് പണിയുണ്ട്, പരി കുത്തുന്ന പണിയുണ്ട്, ലക്ഷങ്ങൾ നേടുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല. പണ്ട് എന്ത് ബാപ്പാക്കും മാക്കും പേടിയാൽ തുടങ്ങും. എൻ്റെ കുട്ടി, ഞാനും എൻ്റെ ഓളും മരിച്ച ആ കുട്ടിനെ ആര് നോക്കും? ഒരു മുറുക്ക് കഞ്ഞി കിട്ടണമെങ്കിൽ നാത്തൂന്റെ പിന്നാലെ നടക്കേണ്ടി വരും പണ്ട്. ഇപ്പോ ഇവൾക്ക് സ്വയം എന്തുണ്ട്? വരുമാനമുണ്ട്. എന്നോട് ഒരു വാപ്പ വന്ന് പറഞ്ഞു, എന്നോട് എന്ത്, ആര്, നാട്, കാലം ഒന്നും പറയില്ല. ഒരു വാപ്പ എന്നോട് ഈ 10-25 കൊല്ലത്തിനുള്ളിൽ ഒരു വാപ്പ എന്നോട് ഒരിക്കൽ പറഞ്ഞതാണ്, എൻ്റെ മോള് ബാംഗ്ലൂരിലാണത്രേ. ഈമാന്തായ വാപ്പ, ഞങ്ങൾക്കറിയില്ല, ഓൾ എപ്പോഴെങ്കിലും വരും. ഒരുപാട് വയസ്സായി, കെട്ടിക്കാനും അതിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറം വയസ്സായി, ഓളെ കെട്ടിക്കാൻ സമ്മതിക്കില്ല. അവൾ ബാംഗ്ലൂരാണെന്ന് പറയുന്നുണ്ട്. ഓളെവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഞങ്ങൾ കാണും. പോകുമ്പോൾ ബസ് സ്റ്റോപ്പ് വരെ ഉള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വയ്ക്കും. ബസ് കയറി കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്, പോർട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയില്ല, അവിടേക്ക് ഞങ്ങൾ ഒപ്പം പോരെ എൻ്റെ ബസ്സിന് ഞങ്ങൾ കയറ്റിത്തരാൻ പറഞ്ഞാൽ സമ്മതിക്കില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയും. അപ്പോൾ ഞങ്ങളെ ഓളത്രേ ഉള്ളൂ. ഈ മനുഷ്യൻ 5 വക്ത് നിസ്കരിക്കുകയും കണ്ണിൽ വെള്ളം നിറച്ച് റബ്ബിനോട് കാര്യം ചെയ്യുന്ന ആളാണ്. നാട് പറയില്ല, പേര് പറയില്ല, ഒന്നും പറയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതായത് ഈ മോള്, ഈ 10, 25, 26, 28 വയസ്സായ മോള് എവിടെയാണ് ജീവിക്കുന്നത് എന്ന് വാപ്പാക്ക് അറിയില്ല. മദ്രസ പള്ള നിറച്ച് പഠിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അവൾ ഏത് മലപ്പുറത്തേരും മറ്റൊരു ഒക്കെ ബാംഗ്ലൂർ കോലി എവിടെ വന്നിട്ടാണ് എവിടെ വന്നിട്ടാണ്? കോഴിക്കോട് വന്നിട്ടല്ലേ ബസ് കയറിയ? ആ ബസ് വരെ വരാൻ പറഞ്ഞാൽ സമ്മതിക്കൂല. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്താ? അപ്പൊ ഞങ്ങൾ വിശ്വസിക്കാണ് എന്ത്? ഓള് ബാംഗ്ലൂരാണ്, ഞങ്ങൾ വിശ്വസിക്കാണ്. ഓള് കോയമ്പത്തൂരാണോ? അറിയില്ല. അത് ഓള് കോഴിക്കോട് തന്നെയാണോ? അതും അറിയില്ല. ഞങ്ങൾ കോഴിക്കോട് ബസ്സിൽ അവിടെ കഴിച്ചു, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? കോഴിക്കോട് വരെ ഞങ്ങളൊന്ന് വരാൻ ദേഷ്യപ്പെടും. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്താ? ഞങ്ങൾക്ക് ആ കുട്ടി ബാംഗ്ലൂരിലൊക്കെ ഒന്ന് ഏറ്റവും ചുരുങ്ങിയത് ബാംഗ്ലൂരാണ് നിങ്ങൾ വിചാരിക്കാലോ. എന്ത് ബാംഗ്ലൂർ ബസ്സിന് കയറ്റി വിട്ട് ബസ് പുറപ്പെട്ടാൽ എന്ത് വിചാരിക്കാം? ഉറപ്പിക്കാൻ പറ്റുന്ന വിചാരിക്കാൻ ഇത് ഞങ്ങൾക്ക് അതിനും പറ്റൂല. എന്ത് ബാംഗ്ലൂർ ബസ്സിൽ ഇവൾ കയറുന്നതിന് ഒപ്പം പോകാൻ സമ്മതിക്കൂല. ഇത് എന്നോട് ഏകദേശം ഒരു 5-6 കൊല്ലം മുമ്പ് ഒരു വാപ്പ, നീ ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മ വരും. നല്ല മനുഷ്യനാണ്, നല്ല 5 വക്ത് നിസ്കാരമുള്ള നല്ല മനുഷ്യനാണ്. പക്ഷേ കയ്യിൽ നിന്ന് വിട്ടുപോയി ആര്? മകള്. അത് എല്ലാവരും അവസ്ഥ അങ്ങനെ തന്നെ കേട്ടോ. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അയാളെ കുറ്റം പറയണ്ടട്ടാ. ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണ. കാരണം അവൾ ത്രാണിയുള്ളവളായി.